OnePlusന്റെ OnePlus Pad 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Pad 3 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ OnePlus Pad 3ൽ 13.2 ഇഞ്ചിൻ്റെ 3.4K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2400x3392 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബ് ഏകദേശം 58,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. എന്നാലും ടാബുകളുടെ കാര്യത്തിൽ LCD പാനൽ എന്നുള്ളത് ഓക്കെ എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 540 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഏകദേശം 89.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ടാബിൽ വരുന്നുണ്ട്. 7:5 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു ടാബിൽ 12-bit ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. പീക്ക് ബ്രൈറ്റ്നസ് 900 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 675 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 5.97 mm ആണ്. പിന്നെ ഈ ഒരു ടാബിൽ OnePlusന്റെ സ്റ്റൈലോ 2ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. പിന്നെ OnePlusന്റെ സ്മാർട്ട് കീബോർഡും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ കീബോർഡും നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ ഫ്രോസ്റ്റഡ് സിൽവർ അതുപോലെ തന്നെ സ്റ്റോം ബ്ലൂ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ Snapdragon 8Elite എന്നുള്ള പ്രോസസ്സറാണ് ഈ ടാബിൽ വരുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ചൊരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ 12 GB റാം വെർഷനിൽ LPDDR5Xൻ്റെ റാമാണ് വരുന്നത്. എന്നാൽ 16 GB റാം വെർഷനിൽ LPDDR5Tയുടെ റാം വരുന്നുണ്ട്. പിന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടാബ് പെട്ടെന്ന് ഹീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഏരിയ വരുന്നത് 34,857 mm² ആണ്. പിന്നെ 8 സ്പീക്കേഴ്സൊക്കെ ഈ ടാബിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. Android 15 ബേസ് ആയിട്ടുള്ള Oxygen സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിൻ്റെ പിന്നിൽ 13 MP ഒരു ക്യാമറ സെൻസർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. ഇപ്പോൾ ഫോണുകളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫീച്ചേഴ്സ് ഓക്കെയാണ് ക്യാമറയുടെ കാര്യത്തിൽ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 12,140 mAhൻ്റെ ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം യൂറോപ്യൻ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഒരു ടാബ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 599 യൂറോസ് എന്ന പ്രൈസിങ്ങിലായിട്ടാണ്. അതായത് 58,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രൈസിങ് മാത്രമേ ഇനി അനൗൺസ് ചെയ്യാൻ ബാക്കിയുള്ളൂ. വരും ദിവസങ്ങളിലായിട്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു ടാബ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്ത്യയിൽ ഈ ടാബിൻ്റെ വില നമുക്കൊരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. എന്തായാലും OnePlusന്റെ OnePlus Pad 3 എന്ന പുതിയൊരു ടാബ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.